Welcome to Focus Area Class Organic Chemistry Basic Principles and Techniques. ഈ ടോപ്പിക്കിലെ 6ാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഫോക്കസ് ഏരിയ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. സെക്കൻഡ്, ഐസോമെറിസം. അതും കംപ്ലീറ്റ് ആണ്. ഇനി ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെന്റ്സ്. കാർബൺ, ഹൈഡ്രജൻ, ഇതിൻ്റെ ഡിറ്റക്ഷൻ കഴിഞ്ഞാൽ ഇനി നൈട്രജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ ഡിറ്റക്ഷനാണ്. ലാസ്റ്റ് വൺ, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ qualitative analysis of organic compounds. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി ലൈക്ക് കളർ, സ്മെൽ, എക്സെട്ര. നിറം, മണം തുടങ്ങിയ പ്രോപ്പർട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ്, അതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ കാർബൺ എന്ന് പറയുന്ന എലമെന്റും ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റും ഉണ്ടാകും. എങ്ങനെയാണ് ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിൻ്റെ പ്രൊസീജിയർ പറയാം. ആദ്യം ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കണം. ദ ഗിവൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് കുപ്രിക് ഓക്സൈഡ്, CuO. ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. ദ ഗിവൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് കുപ്രിക് ഓക്സൈഡ്. ഇങ്ങനെ കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. കാർബൺ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി എന്ന് എങ്ങനെ മനസ്സിലാവും? വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. അങ്ങനെയുള്ള ഒരു എക്സ്പീരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നു പോകുമ്പോൾ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറും. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് മനസ്സിലായി. The given organic compound is heated with cupric oxide. Carbon present in the organic compound is converted into carbon dioxide. If carbon dioxide is present, lime water becomes milky in color. അപ്പോൾ ലൈം വാട്ടർ മിൽക്കി ആയ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകണമെങ്കിൽ കാർബൺ ഉണ്ടായേ പറ്റൂ. ഇതാണ് ഐഡിയ. സോ പ്രസൻസ് ഓഫ് കാർബൺ ഈസ് ഡിറ്റക്റ്റഡ്. ഇനി കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കുമ്പോൾ ഹൈഡ്രജൻ എന്തായിട്ട് മാറും? ഹൈഡ്രജൻ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു വാട്ടർ. ഹൈഡ്രജൻ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു വാട്ടർ. ഹൈഡ്രജൻ എന്തായിട്ട് മാറി? വാട്ടർ ആയിട്ട് മാറി. ഹൈഡ്രജൻ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു വാട്ടർ. വാട്ടർ ഉണ്ടായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം?
വെളുത്ത കോപ്പർ സൾഫേറ്റ് നീല നിറമായിട്ട് മാറും. ഈ വെളുത്ത കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ കളർലെസ്, അതാണ് അർത്ഥം. അപ്പോൾ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളർ ആയിട്ട് മാറും, നീല നിറമായിട്ട് മാറും. അതായത് കോപ്പർ സൾഫേറ്റിലേക്ക് ഹൈഡ്രേഷൻ വരുമ്പോഴാണ് ബ്ലൂ കളർ ഉണ്ടാകുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ കൂടെ വാട്ടർ മോളിക്യൂൾ, അതായത് ഹൈഡ്രേഷൻ നടക്കും. CuSO4 പിന്നെ 5H2O, അങ്ങനെയാണ് എഴുതുക. നമുക്ക് എഴുതാം. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വാട്ടർ ഉണ്ടാകും. വാട്ടർ ഉണ്ടായാൽ വെളുത്ത കോപ്പർ സൾഫേറ്റ് നീല നിറമായിട്ട് മാറും. ഇങ്ങനെ ഹൈഡ്രജൻ്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം അല്ലേ. ഹൈഡ്രജൻ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു വാട്ടർ വിച്ച് ടേൺസ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ ഇൻ കളർ. നമുക്ക് ഈ ഓക്സിഡൈസ്ഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എസ് ആക്കാം. ഓക്കെ, ഓക്സിഡൈസ്ഡ് അല്ലേ, നമ്മുടെ അമേരിക്കൻ ഇംഗ്ലീഷ്. ഓക്സിഡൈസ്ഡ് ടു വാട്ടർ വിച്ച് ടേൺസ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ ഇൻ കളർ. അപ്പോൾ ആ മെത്തേഡ് നോക്കി. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കുക. കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാൽ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറും. അങ്ങനെ കാർബണിൻ്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വാട്ടർ ഉണ്ടാകും. വാട്ടർ ഉണ്ടായാൽ വെളുത്ത കോപ്പർ സൾഫേറ്റ് നീലയായിട്ട് മാറും. അതായത് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ ഇൻ കളറായിട്ട് മാറും. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് അല്ലേ ബ്ലൂ ആയിട്ട് മാറും. അതിവിടെ എഴുതിയിട്ടുണ്ട്. Anhydrous copper sulfate becomes blue in color. Hydrogen present in the organic compound is oxidized to water which turns anhydrous copper sulfate blue in color. ഇതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഇതാണ് കുപ്രിക് ഓക്സൈഡ് CuO. കാർബൺ ഉണ്ടെങ്കിൽ കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കിയാൽ, ചൂടാക്കുന്നു എന്ന് കാണിക്കാനാണ് ഈ ട്രയാങ്കിൾ ഡെൽറ്റ എന്നുള്ള ചിഹ്നം കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇക്വേഷൻ ബാലൻസർ ആണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പഠിക്കാം. കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കണ്ടല്ലേ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിടുകയാണ് അല്ലേ. ലൈം വാട്ടർ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ളതാണ് ലൈം വാട്ടർ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും ചേർന്ന് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും. ഇതാണ് മിൽക്കി കളർ ഉണ്ടാവാൻ കാരണം, മിൽക്കി കളർ. അപ്പോൾ കഴിയുമെങ്കിൽ ഇക്വേഷൻ പഠിക്കാം. ഹൈഡ്രജൻ കുപ്രിക് ഓക്സൈഡുമായി പ്രവർത്തിച്ച് വാട്ടർ ഉണ്ടാകും. ഈ വാട്ടർ എന്ത് ചെയ്യും? വൈറ്റ് കോപ്പർ സൾഫേറ്റുമായി പ്രവർത്തിച്ച് അതിനെ ബ്ലൂ കളറാക്കി മാറ്റും. അപ്പം എങ്ങനെയാണ് വൈറ്റ് ബ്ലൂ ആയിട്ട് മാറുന്നത്? കോപ്പർ സൾഫേറ്റിൻ്റെ കൂടെ 5 വാട്ടർ മോളിക്യൂൾ വരണം, ഹൈഡ്രേഷൻ നടക്കണം. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിനാണ് ബ്ലൂ കളർ. വെള്ളമില്ലാത്ത കോപ്പർ സൾഫേറ്റ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആണ്, അതിന് നിറമില്ല, അതായത് വൈറ്റ് ആണ്, കളർലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കെമിസ്ട്രി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തിനെ പാൽ നിറമാക്കി. ഹൈഡ്രജൻ വാട്ടറായിട്ട് മാറി. വാട്ടർ വെളുത്ത കോപ്പർ സൾഫേറ്റിനെ ബ്ലൂ ആക്കി മാറ്റി. ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിനെയും ഹൈഡ്രജനെയും കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം. നോക്കൂ, ഒരു ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ കണ്ടോ? ഒരു ടെസ്റ്റ് ട്യൂബ്. ഇവിടെയാണ് ഓർഗാനിക് കോമ്പൗണ്ടും കുപ്രിക് ഓക്സൈഡും ചൂടാക്കുന്നത്. ഇത് ബർണറാണ്, കണ്ടോ? തീ ചൂടാക്കുന്നു. ഓർഗാനിക് കോമ്പൗണ്ടും കുപ്രിക് ഓക്സൈഡും, ഓർഗാനിക് കോമ്പൗണ്ടും കുപ്രിക് ഓക്സൈഡും. ഇവിടെയാണ് നമ്മൾ വെളുത്ത കോപ്പർ സൾഫേറ്റ് വെച്ചിരുന്നത്. അപ്പോൾ വാട്ടർ വേപ്പർ വരുമ്പോൾ അല്ലേ, വാട്ടർ ഉണ്ടാകുമ്പോൾ, നീരാവി വാട്ടർ വേപ്പർ വരുമ്പോൾ വെളുത്ത കോപ്പർ സൾഫേറ്റ് നീലയായിട്ട് മാറി. കണ്ടോ? നീല നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. ചിത്രമൊന്നും വേണമെന്ന് നിർബന്ധമില്ല, കാണിച്ചു എന്ന് മാത്രം. കാർബൺ ഡൈ ഓക്സൈഡ് ഇതാ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടു. ചുണ്ണാമ്പ് വെള്ളം എന്ത് ചെയ്യും? മിൽക്കി കളറായിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ലൈം വാട്ടറിലൂടെ കടത്തിവിടും, ഇത് മിൽക്കി ആയിട്ട് മാറും. അപ്പോൾ കാർബൺ ഉണ്ടെങ്കിൽ ഇവിടെ നീല കളർ കിട്ടും, ഇവിടെ മിൽക്കി കളർ കിട്ടും. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിനെയും ഹൈഡ്രജനെയും നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, ചിത്രം വേണമെന്ന് നിർബന്ധമില്ല, കാണിച്ചത് മാത്രം. ഇനി നൈട്രജനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഡിറ്റക്ഷൻ ഓഫ് അതർ എലിമെന്റ്സ് നമ്മുടെ ഫോക്കസ് ഏരിയ. ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജൻ എങ്ങനെ കണ്ടെത്തും? അത് കണ്ടെത്താനുള്ള ടെസ്റ്റിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം.
LASSA, ലാസ. പിന്നെ IGNA, ലാസൈനീസ് ടെസ്റ്റ് എന്നാണ്. ലാസൈനീസ് ടെസ്റ്റ് സ്പെല്ലിംഗ് കിട്ടാൻ വേണ്ടി ലാസൈഗ്നെ എന്നൊക്കെ വേണമെങ്കിൽ വായിക്കാം. ലാസൈനീസ് ടെസ്റ്റ്. അപ്പം സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോളൂ. ലാസൈഗ്നെ, ലാസൈഗ്നെ, GNA ഉണ്ട്. നമ്മൾ ലാസൈനീസ് ടെസ്റ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ടെസ്റ്റ് നടത്താൻ ആദ്യം ചെയ്യേണ്ടത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് തയ്യാറാക്കണം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് തയ്യാറാക്കണം. അതെന്താണെന്ന് നോക്കാം. ദ ഗിവൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയം മെറ്റലുമായിട്ട് കൂട്ടിച്ചേർക്കുക. ദ ഗിവൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം ടു ഗെറ്റ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഇത് തയ്യാറാക്കുന്നത് അല്ലേ ഒരു പ്രോസസ്സാണ്. അത് അല്പം വിശദീകരിക്കാനുണ്ട്. എളുപ്പത്തിന് ഒറ്റ സെൻറ്റൻസിൽ ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞത് മാത്രം. ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയവുമായിട്ട്, സോഡിയം മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുക, ഒരു അല്പം സോഡിയം എടുത്ത് അല്ലേ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് മിക്സ് ചെയ്യും. ഇത് ചെറിയൊരു ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുക, വളരെ ചെറിയൊരു ടെസ്റ്റ് ട്യൂബിൽ, സൂയിസൈഡൽ ടെസ്റ്റ് ട്യൂബ് എന്നൊക്കെ വിളിക്കും. എന്നിട്ട് നന്നായി ചൂടാക്കണം. ചൂടാക്കി ഈ ടെസ്റ്റ് ട്യൂബ് റെഡ് കളറായി മാറുമ്പോൾ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ഇടണം. വെള്ളത്തിലേക്ക് ടെസ്റ്റ് ട്യൂബ് ഇടുമ്പോൾ അത് പൊട്ടും. ഈ ടെസ്റ്റ് ട്യൂബ് നന്നായിട്ട് പൊടിക്കണം. ഒരു ബോയിലിംഗ് ട്യൂബിൻ്റെ അല്ലേ അടിഭാഗം വെച്ച് നന്നായിട്ട് കുത്തി ഇത് നന്നായിട്ട് പൊടിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. അതിനുശേഷം ഈ വെള്ളം അരിച്ചെടുക്കുക. അതാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. നിങ്ങളിപ്പോൾ എന്ത് പഠിച്ചാൽ മതി? ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയവുമായിട്ട് കൂട്ടിച്ചേർത്തു, ഫ്യൂസ് ചെയ്ത് ഉരുക്കി, എന്നിട്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് തയ്യാറാക്കുന്നു. ആ ഒരു സെൻറ്റൻസ് പഠിച്ചാൽ മതി. ദ ഗിവൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം ടു ഗെറ്റ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത്? ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജനെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നൈട്രജൻ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സൾഫർ, ഹാലജൻ, അതായത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഇവരെയൊന്നും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ കോവാലന്റ് ബോണ്ടാണ് ഉള്ളത്. ഇപ്പം നൈട്രജൻ കോവാലന്റ്ലി ബോണ്ടഡ് ആയിരിക്കും. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ നൈട്രജൻ അയോണിക് കോമ്പൗണ്ടായിട്ട് മാറും. സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രജൻ അയോണിക് കോമ്പൗണ്ടായിട്ട് മാറും. സോഡിയം ഉണ്ടായിരിക്കും, പിന്നെ ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബൺ ഉണ്ടായിരിക്കും, നൈട്രജൻ. അപ്പോൾ കോവാലന്റലി ബോണ്ടഡ് ആറ്റംസ് ആർ കൺവേർട്ടഡ് ഇൻ ടു അയണിക്. അയണിക് കോമ്പൗണ്ടുകളാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അയോണിക് റിയാക്ഷൻസ് ആർ വെരി ഫാസ്റ്റ്. മറിച്ച് കോവാലന്റ് ബോണ്ടുകളുള്ള കോമ്പൗണ്ടുകളുടെ റിയാക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അയോണിക് കോമ്പൗണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പർപ്പസ് നമ്മൾ പഠിക്കണം. During the formation of sodium fusion extract, covalently bonded atoms, അല്ലേ, covalently bonded atoms അല്ലെങ്കിൽ elements are converted into ionic, so they can be easily detected. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയവുമായിട്ട് നന്നായിട്ട് ഉരുക്കണം, കൂട്ടിച്ചേർക്കണം. എന്നിട്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കണം. അതിൻ്റെ പർപ്പസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്, covalently bonded elements are converted into ionic, so they can be easily detected. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നൈട്രജൻ്റെ ഡിറ്റക്ഷൻ നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാം. നോക്കൂ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? സോഡിയവും ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണും പിന്നെ നമ്മുടെ നൈട്രജനും, ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജനും ചേർന്ന് സോഡിയം സയനൈഡായിട്ട് മാറും. സോഡിയം സയനൈഡ് അയണിക് ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോഡിയം സയനൈഡിലെ നൈട്രജനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. അപ്പോൾ സോഡിയം, കാർബൺ, നൈട്രജൻ, സോഡിയം സയനൈഡ് Na+Cn-. ഇതൊരു അയണിക് കോമ്പൗണ്ടാണ്. നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോഡിയം സയനൈഡ് നൈട്രജൻ മാത്രമായിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ പാർട്ടാണ്. അപ്പോൾ സോഡിയം സയനൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായി. അത് അയോണിക് ആണ്. ഈ കോമ്പൗണ്ട് ടെസ്റ്റ് വേഗം തരും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം.
സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഈസ് ബോയിൽഡ് വിത്ത് ഫെറസ് സൾഫേറ്റ്. അപ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമ്മൾ ബോയിൽ ചെയ്യണം ഫെറസ് സൾഫേറ്റുമായിട്ട്. അതിനുശേഷം അല്പം സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. ഇറ്റ് ഈസ് ദെൻ അസിഡിഫൈഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്ത് കളർ കിട്ടും? നല്ല നീല നിറം അല്ലെങ്കിൽ പച്ച നിറം. ഫോർമേഷൻ ഓഫ് പ്രഷ്യൻ ബ്ലൂ. ആ ബ്ലൂ കളറിന് ഒരു പേരുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷ്യൻ ബ്ലൂ. ഫോർമേഷൻ ഓഫ് പ്രഷ്യൻ ബ്ലൂ കളർ ഓർ ഗ്രീൻ കളർ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ. അപ്പോൾ നൈട്രജൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുക, അതിലേക്ക് ഫെറസ് സൾഫേറ്റ് ചേർക്കുക, കൂടെ സൾഫ്യൂരിക് ആസിഡും ചേർക്കുക. നീല നിറം കിട്ടിയാൽ നൈട്രജൻ ഉണ്ട്. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ട്. ആ നീല നിറത്തിനെ വിളിക്കുന്ന പേരാണ് പ്രഷ്യൻ ബ്ലൂ. ചില കോമ്പൗണ്ടുകളുടെ കേസിൽ ഗ്രീൻ കളറും കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഗ്രീൻ കളർ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. ഇനി പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഫോർമുല പഠിച്ചു വെക്കണം. Fe4 FeCN6 ത്രൈസ്. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഇതിൻ്റെ പേരൊക്കെ ഇടുന്ന രീതി നമുക്ക് അടുത്ത വർഷം പഠിക്കാം. തൽക്കാലം പ്രഷ്യൻ ബ്ലൂ എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. ഫെറിക് ഫെറോസയനൈഡ്, ഫെറിക് ഫെറോസയനൈഡ് അങ്ങനെയും പറയാം. ഫെറിക് ഫെറോസയനൈഡ്, ഇതാണ് പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഫോർമുല. 10 തവണ എഴുതി പഠിക്കണം. Fe4 FeCN6 ത്രൈസ്. ഇനി കുറച്ചുകൂടെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു കെമിസ്ട്രി പറയാം. നോക്കിക്കോളൂ. സോഡിയവും കാർബണും നൈട്രജനും. സോഡിയം മെറ്റൽ, കാർബൺ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് നൈട്രജനും ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് സോഡിയം സയനൈഡ് ഉണ്ടായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? സോഡിയം സയനൈഡും ഫെറസ് സൾഫേറ്റും പ്രവർത്തിക്കും. കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഫെറസ് സൾഫേറ്റ് ആണല്ലോ. അപ്പോൾ ആദ്യം ഈ കോമ്പൗണ്ട് ഉണ്ടാവും FeCN ട്വൈസ് അല്ലേ? FeCN ട്വൈസ്. ഫെറസ് സയനൈഡ് ഉണ്ടാവും, കൂടെ സോഡിയം സൾഫേറ്റ് ആണ്. ഓക്കെ, കഴിയുമെങ്കിൽ പഠിക്കുക. ഈ ഫെറസ് സയനൈഡും സോഡിയം സയനൈഡും പ്രവർത്തിച്ച് Na4 FeCN6 എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും. ഇതിൻ്റെ പേരിടാനൊക്കെ അല്പം വിഷമമുണ്ട്, അടുത്ത വർഷമേ പഠിക്കൂ. തൽക്കാലം ബൈഹാർട്ട് പഠിക്കണം കേട്ടോ, ബൈഹാർട്ട് പഠിച്ചോളൂ. ഇതിൻ്റെ പേര് സോഡിയം കേട്ടോ, ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള സോഡിയം. സോഡിയം ഹെക്സാ സയാനോ, ഈ CN എന്നുള്ളതിനെ സയാനോ എന്ന് പറയണം, 6 എണ്ണം. ഹെക്സാ സയാനോ. ഫെറേറ്റ്, ആനയോണിക് പാർട്ടാണിത്, അതുകൊണ്ട് അയൺ എന്നുള്ളതിനെ ഫെറേറ്റ് എന്ന് പറയണം. ഫെറേറ്റ് 2, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്. അപ്പോൾ സോഡിയം ഹെക്സാ സയാനോ ഫെറേറ്റ്. ആദ്യം ഇതുണ്ടാവും. ഇനി Fe2+ ആണ് ഇതിലുള്ളത്. ഈ Fe2+ ചൂടാക്കുമ്പോൾ Fe3+ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഉണ്ടായ ഈ കോമ്പൗണ്ട്, അതായത് Na4 FeCN6ഉം പിന്നെ Fe2+ൽ നിന്നുണ്ടായ Fe3+ കൂടെ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രഷ്യൻ ബ്ലൂ കിട്ടുന്നത് കേട്ടോ. Fe4 FeCN6 ത്രൈസ് XH2O, ഹൈഡ്രേറ്റഡ് ആണ്. ഇതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ പഠിക്കണം. അയൺ 3 ഹെക്സാസയാനോ ഫെറേറ്റ് 2. അയൺ 3 ഹെക്സാസയാനോ ഫെറേറ്റ് 2 എന്നുള്ളതാണ്. ഇതിന് ചില റൂളുകളൊക്കെ ഉണ്ട്. ഇത്തരം കോമ്പൗണ്ടുകളെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നാണ് വിളിക്കുക. അതിൻ്റെ പേരിടാൻ ചില റൂളുകളൊക്കെ ഉണ്ട്, അടുത്ത വർഷമേ പഠിക്കൂ. തൽക്കാലം നിങ്ങളത് ബൈഹാർട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ പ്രഷ്യൻ ബ്ലൂ ഉണ്ടാകുന്ന രീതി താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഫോർമുല പഠിച്ചാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യും. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിനെ കണ്ടെത്തുന്ന രീതി നമ്മൾ പഠിച്ചു അല്ലേ? കാർബണിനെ കണ്ടെത്തുന്ന രീതി പഠിച്ചു, ഹൈഡ്രജനെ കണ്ടെത്തുന്ന രീതി പഠിച്ചു, നൈട്രജനെ കണ്ടെത്തുന്ന രീതി പഠിച്ചു. നൈട്രജനെ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് അല്ലേ ലാസൈനീസ് ടെസ്റ്റ്. അത് ചെയ്യുന്ന രീതി ആണ് നമ്മൾ പറഞ്ഞത്, ലാസൈനീസ് ടെസ്റ്റ്. ഈ ലാസൈനീസ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നൈട്രജനെ കണ്ടെത്താം, സൾഫറിനെ കണ്ടെത്താം, ഫോസ്ഫറസിനെ കണ്ടെത്താം, ഹാലോജൻസിനെ കണ്ടെത്താം. നമുക്ക് നൈട്രജൻ മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉള്ളൂ, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇനി ഒരു ഫോക്കസ് ഏരിയ കൂടെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതേതാണെന്ന് നോക്കാം. ഈ കെമിസ്ട്രി നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. കെമിസ്ട്രി നോക്കിക്കോളൂ. എൻ്റെ കെമിസ്ട്രി എഴുതിയെടുക്കാം, ബാക്കിയെല്ലാം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വേഗം വായിച്ചത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലേ? ക്വാണ്ടിറ്റി. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ എത്ര ശതമാനമുണ്ട്, ഹൈഡ്രജൻ എത്ര ശതമാനമുണ്ട്, ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ജോലി.
ഇതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അനാലിസിസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി അല്ലേ, ഇത്ര അളവ്, ഇത്ര വോള്യം എന്നൊക്കെ പറയുന്നത് അല്ലേ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കാർബണിൻ്റെ എസ്റ്റിമേഷനാണ് നോക്കുന്നത്. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്രമാത്രം കാർബൺ ഉണ്ട്, എത്ര ശതമാനമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കിക്കോളൂ. എ നോൺ എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, എ നോൺ എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് ഡ്രൈ കുപ്രിക് ഓക്സൈഡ്. നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെയാണ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കുക. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് നമുക്കറിയണം. ആ വെയിറ്റ് W എന്നെടുത്താൽ മതി. എ നോൺ എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് ഡ്രൈ കുപ്രിക് ഓക്സൈഡ്. ഉണ്ടാകുന്ന കാര്യം നമുക്കറിയാം. എന്താണ്? കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കളക്ട് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കളക്ട് ചെയ്യുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നിറച്ച ട്യൂബുകളിലാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നിറച്ച ട്യൂബുകളിലാണ്, യു ആകൃതിയിലുള്ള ട്യൂബുകളിലാണ്. അപ്പോൾ നോക്കൂ, കാർബൺ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഈസ് അബ്സോർബ്ഡ് ഇൻ പ്രീവിയസ്ലി വെയ്ഡ് യു ട്യൂബ്സ് കണ്ടെയ്നിങ് KOH അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ യു ആകൃതിയിലുള്ള ട്യൂബുകളിൽ വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. ഈ ട്യൂബുകളിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് നിറച്ചിട്ടുള്ളത്. ഈ യു ആകൃതിയിലുള്ള ട്യൂബിൻ്റെ വെയിറ്റ് നമ്മൾ ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പ്രീവിയസ്ലി വെയ്ഡാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷണം കഴിയുമ്പോൾ അല്ലേ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി എന്ന് നമുക്ക് കണ്ടെത്തണം. ഉദാഹരണത്തിന് എക്സ്പെരിമെൻ്റ് തുടങ്ങുമ്പോൾ അല്ലെ, എക്സ്പെരിമെൻറ്റിന് മുന്നേ നമ്മുടെ യു ആകൃതിയിലുള്ള ട്യൂബിൻ്റെ ഭാരം 10 കിലോ ആണെന്ന് കരുതുക. എക്സ്പെരിമെൻ്റ് നടത്തി കാർബൺ ഡൈ ഓക്സൈഡിനെ ട്യൂബിൽ വലിച്ചെടുത്തു. എന്നിട്ട് തൂക്കം നോക്കി, വെയിറ്റ് നോക്കി, 11 കിലോ എന്ന് കരുതുക. തുടക്കത്തിൽ 10 ആയിരുന്നു, പരീക്ഷണം കഴിഞ്ഞപ്പോൾ 11. അപ്പോൾ 1 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അപ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. അപ്പോൾ കാർബൺ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഈസ് അബ്സോർബ്ഡ് ഇൻ പ്രീവിയസ്ലി വെയ്ഡ് യു ഷേപ്ഡ് ട്യൂബ്സ്. നമ്മുടെ യൂട്യൂബ് അല്ല കേട്ടോ, യു ഷേപ്ഡ് ട്യൂബ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. യു ട്യൂബ്സ് കണ്ടെയ്നിങ് KOH. ഫ്രം ദി വെയ്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ്, from the weight of carbon dioxide formed we can calculate percentage of carbon. എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി അതിൽ നിന്ന് നമുക്ക് കാർബണിൻ്റെ പെർസെൻറ്റേജ് കാണാം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റിൽ നിന്നും. അപ്പോൾ ആ ഫോർമുല പഠിച്ചോളൂ, പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കും, എൻട്രൻസിലൊക്കെ ചോദിക്കാറുണ്ട്. പെർസെൻറ്റേജ് ഓഫ് കാർബൺ എങ്ങനെയാണ് കാണുക? 12 കാർബണിൻ്റെ അറ്റോമിക് വെയിറ്റ് ആണ് 12. ഇതിൻ്റെ ഡെറിവേഷൻ പറയുന്നില്ല, ആ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. 12 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് 44. അപ്പോൾ 12/44. എ എന്ന് പറഞ്ഞാൽ എക്സ്പീരിമെൻറ്റിൽ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റാണ് അല്ലേ, നമ്മുടെ ആ യു ട്യൂബിൽ നിന്നും കിട്ടുന്ന വെയിറ്റ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റ്. എ ഈസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ്. പിന്നെ ഇൻറ്റു 100/W. W എന്ന് പറഞ്ഞാൽ എക്സ്പീരിമെൻറ്റിനായി നമ്മൾ തിരഞ്ഞെടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് ആണ്. W ഈസ് ദ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ ഫോർ ദ എക്സ്പീരിമെൻറ്റ്. ഇതിൻ്റെ ഡെറിവേഷൻ സിമ്പിളാണ്, തൽക്കാലം പറഞ്ഞില്ല എന്ന് മാത്രം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ എങ്ങനെ കണ്ടുപിടിക്കാം? 12/44, 12/44 പഠിച്ചോളൂ. ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റ്, എക്സ്പീരിമെൻറ്റിൽ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റ് പ്രോബ്ലത്തിൽ തരും. അപ്പോൾ എ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 100/W. W എന്ന് പറഞ്ഞാൽ എക്സ്പീരിമെൻറ്റിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ്. അത് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എയും ഡബ്ല്യുവും മനസ്സിലാക്കണം, ഇതിൻ്റെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ പെർസെൻറ്റേജ് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കി, കാർബൺ എന്നുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ അല്ലേ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നിറച്ച ട്യൂബുകളിൽ അബ്സോർബ് ചെയ്തു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റ് കണ്ടു, വെയിറ്റിൽ നിന്ന് പെർസെൻറ്റേജ് കണ്ടു ഈ ഫോർമുല ഉപയോഗിച്ച്. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ
എസ്റ്റിമേഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എ നോൺ എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് ഡ്രൈ കുപ്രിക് ഓക്സൈഡ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായി ചൂടാക്കണം. ഹൈഡ്രജൻ എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. ഹൈഡ്രജൻ പ്രസന്റ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ വിച്ച് ഈസ് അബ്സോർബ്ഡ് ഇൻ previously weighed U-tubes containing anhydrous, അതായത് വെള്ളമില്ലാത്ത അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ്. അപ്പം വെള്ളത്തിനെ വലിച്ചെടുക്കുന്നത് എവിടെയാണ്? കാൽഷ്യം ക്ലോറൈഡ് നിറച്ച ട്യൂബുകളിലാണ്. ഈ ട്യൂബിൻ്റെ തൂക്കം നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ മുന്നേ നോക്കി വെച്ചിട്ടുണ്ടാകും. എക്സ്പെരിമെൻറ്റിന് ശേഷം നമ്മൾ വെയിറ്റ് നോക്കും. അപ്പോൾ വെയിറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസ് എന്തായിരിക്കും? വാട്ടറിൻ്റെ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജനെ നമ്മൾ വാട്ടറാക്കി മാറ്റും. ആ വാട്ടറിനെ നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് നിറച്ച ട്യൂബുകളിൽ അബ്സോർബ് ചെയ്യും. അതിൽ നിന്നും വാട്ടറിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടും. ഈ വാട്ടറിൻ്റെ വെയിറ്റിൽ നിന്നും പെർസെൻറ്റേജ് നമുക്ക് കാണാം. ഫ്രം ദി വെയിറ്റ് ഓഫ് വാട്ടർ ഫോംഡ് വി ക്യാൻ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. നേരത്തെ കണ്ട അതേ ഫോർമുല അതേപോലെ H2 എന്നുള്ളതിൻ്റെ 2, വെള്ളത്തിൻ്റെ 18, മോളിക്കുലർ വെയിറ്റ് 18. ബി എന്തായിരിക്കും? എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായ വാട്ടറിൻ്റെ എമൗണ്ട്. W നമുക്കറിയാം. ആസ് യൂഷ്വൽ എന്താണ്? വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ ഫോർ ദി എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കണ്ടെത്താം. ഇതുപോലെ ഒരുപാട് എലമെൻസിൻ്റെ സൾഫർ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതിൻ്റെയൊക്കെ കണ്ടെത്താനുണ്ട്. പക്ഷെ നമുക്കിടെ ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും, ഹൈഡ്രജനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും, നൈട്രജനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും. പിന്നെന്താണ് പഠിച്ചത്? ലാസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജ് കണ്ടെത്തൽ, എസ്റ്റിമേഷൻ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. കാർബണും ഹൈഡ്രജനും നൈട്രജനും ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഏതാണ്? ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. കാരണം ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ നമ്മൾ അതിനെ കണ്ടെത്തിയത്. നിറമൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പം നൈട്രജൻ ആണെങ്കിൽ പ്രഷ്യൻ ബ്ലൂ കിട്ടി, ബ്ലൂ കളർ അല്ലേ. അപ്പോൾ ഈ നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കുക. ഇതോടുകൂടി ഓർഗാനിക് കെമിസ്ട്രി 1ാമത്തെ ചാപ്റ്റർ തീർന്നു. ഫോക്കസ് ഏരിയ വളരെ വലിയ ചാപ്റ്ററാണ്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വിശദമായി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നോക്കാം. ഓക്കെ, ബൈ.